കൊല്ലം മുന്നേ 17 വയസ്സാണ്. സഹിതം ഞാൻ എന്താക്കും, ഒരാഴ്ച കൊണ്ട് അവൻ്റെ വയസ്സെത്രയാണെന്നുള്ളത് ഞാൻ തെളിയിക്കും. പിന്നെ അവനാണ് വീട്ടിൽ, അവൻ്റെ അച്ഛനാണ് വീട്ടിൽ എന്താക്കിയത്, അവൻ ഉമ്മാനെ അകത്ത് കൊണ്ട് കിടത്തതും CPR ചെയ്തതും വെള്ളം. അസ്സലാമു അലൈക്കും. വയനാട് നിന്നും നമ്മൾ കേട്ട ഒരു വാർത്തയായിരുന്നു. 85 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന ഒരു വയോധികയെ കഴുത്തിൽ വള്ളി ചുറ്റി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ഒരു കേസ് കഴിഞ്ഞ മാസം മെയ് 22-ാം തീയതിയായിരുന്നു ആ സംഭവം നടന്നത്. വയനാട് വൈപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചായിരുന്നു ആ സംഭവം നടന്നത്. ഏതായാലും 22 ദിവസം പോലീസ് തീർച്ചയായിട്ടും തെരഞ്ഞിട്ടും പ്രതികളെ കിട്ടിയിരുന്നില്ല. അതിനുശേഷം പോലീസിനെ ഡോഗ് കൊണ്ടുവന്ന പരിശോധനകളെല്ലാം നടത്തിയിരുന്നു. എന്നിട്ടും ഒരു തുമ്പും കിട്ടാത്ത കേസിൽ ഇപ്പോൾ ആദ്യമായിട്ട് അറസ്റ്റ് നടന്നിരിക്കുന്നു. അതും 17 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെയാണ് പോലീസ് കണ്ടെത്തിയത് പ്രതിയായിട്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. കാരണം ഈ 17 വയസ്സുള്ള വ്യക്തി എന്ന് പറയുന്നത് വലിയ ഒരു ക്രൂര വിനോദത്തിന് ഉടമയാണ്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങിയതിനു ശേഷം കൂട്ടിൽ കിടക്കുന്ന പട്ടികളെ കമ്പി കൊണ്ട് കുത്തിയിട്ട് നോവിക്കുക, എന്നിട്ട് കേട്ട് രസിക്കുക, അതുപോലെ തന്നെ മുട്ടായി വാങ്ങാനും മറ്റുമായിട്ട് പണത്തിന് ചോദിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ വീട് കയറി ആക്രമിക്കുക, തല്ലുക, മോഷണം നടത്തുക, ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരം തൊഴിലെന്ന് പറയുന്നത്. ഇതിൻ്റെ മുന്നേ തന്നെ ഒരു വയോധികയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച കേസിൽ 2 മാസം മുന്നേ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അതുപോലെ തന്നെ ദുർഗുണ പരിഹാര പാഠശാലയിൽ എല്ലാം പോയി കിടന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇദ്ദേഹത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതും അവസാന ഘട്ടത്തിൽ ഈ ഫാത്തിമ എന്ന് പറയുന്ന 85 വയസ്സുള്ള ഉമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ 17 വയസ്സുകാരൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഏതായാലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷവും ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഈ 17 വയസ്സ് എന്ന് പറയുന്നത് വ്യാജമാണ് എന്നാണ് ഈ ഉമ്മയുടെ മകനാൻ തന്നെ ഇപ്പോൾ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. കാരണം ഒരു 5 വർഷം മുന്നേ നടന്ന കേസിൽ പിടിക്കപ്പെട്ട സമയത്തും ഇവരെ കുടുംബക്കാർ പറഞ്ഞത് 17 വയസ്സാണ് പ്രായമെന്നാണ്. ഇപ്പോൾ 5 വയസ്സും കഴിഞ്ഞ് ഏകദേശം 22 വയസ്സായിട്ടും ഇപ്പോഴും ആധാർ കാർഡിലും അതുപോലെ തന്നെ ഐഡൻറ്റി കാർഡിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് 17 വയസ്സ് എന്നാണ് അവരുടെ മകനായ ഉസ്മാൻ തന്നെ പറയുന്നത്. അദ്ദേഹത്തിന് വീടിനടുത്താണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഈ ഉമ്മ മരണശ്വാസം വലിക്കുന്ന സമയത്ത് CPR കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നത് ഈ മകൻ്റെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പുറത്തു നിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായ ശേഷം അകത്തേക്ക് കൊണ്ടുപോയി കിടത്തിയതും ഈ കുട്ടിയുടെ അച്ഛനാണ് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരം തന്നെയാണ്. അച്ഛനും ഈ കൊലപാതകത്തിൽ സംശയമുണ്ട് എന്നുള്ള സംശയം ഏതായാലും ഈ 85 വയസ്സുള്ള ഉമ്മയുടെ മകനായ ഉസ്മാൻ പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. 17 വയസ്സല്ല, 22 വയസ്സായി. 6 കൊല്ലം മുന്നേ 17 വയസ്സാണ്. ഇപ്പോൾ 17 വയസ്സ് 4 മാസമായി ആധാറിലുള്ളത്. ഇതെന്ന് വെച്ചാൽ തെളിവ് സഹിതം ഞാൻ എന്താക്കും, ഒരാഴ്ച കൊണ്ട് അവൻ്റെ വയസ്സെത്രയാണെന്നുള്ളത് ഞാൻ തെളിയിക്കും. എവിടെ വേണം പോകും ഞാൻ. ഇത് പോലീസുകാരെന്താക്കി, ഇവൻ്റെ പ്രതിനെ കിട്ടി അവർ കൈവച്ചു. ഇനി വേറെ പ്രതികളൊന്നും ഇല്ലാന്നാണ് അവർ പറയുന്നത്. പ്രതിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ അവനാണ് വീട്ടിൽ, അവൻ്റെ അച്ഛനാണ് വീട്ടിൽ എന്താക്കിയത്, അവൻ ഉമ്മാനെ അകത്ത് കൊണ്ട് കിടത്തതും CPR ചെയ്തതും വെള്ളം കൊടുത്തതൊക്കെ. ഈ ചെക്കനാവുമെന്ന് അറിയില്ല. ഇവന് 500 രൂപ കിട്ടണം പോകണം. അവനാണെന്നുള്ളത് തെറ്റിപ്പിച്ചത് പോലീസുകാരാണ്. പല പ്രാവശ്യം പോലീസുകാർ പിടിച്ചിട്ട് എന്താക്കി, അവനെ കൊണ്ടുവരും, സ്റ്റേഷനിൽ കൊണ്ടുപോകും, നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്ത് വീട്ടിൽ കൊണ്ടാക്കും, എന്നിട്ട് പിറ്റേന്നും കാക്കും. അങ്ങനെയാണ് ഇവരെ പരിപാടി. അപ്പോൾ ഏതായാലും ഈ കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ 17 വയസ്സുള്ള ചെറുപ്പക്കാരന് തീർച്ചയായിട്ടും ഇത്തരം ക്രൂരമായ വിനോദങ്ങളെല്ലാം ഇതിൻ്റെ മുന്നേയും ഏർപ്പെട്ടത് കൊണ്ട് തന്നെ പോലീസിനൊരു സംശയം ഇദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ കേന്ദ്രീകരിച്ച അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാണ് അറസ്റ്റ് ചെയ്തത് എന്നുള്ളതൊക്കെ സത്യമായ ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവസാന നിമിഷങ്ങളിൽ ഈ ഉമ്മയുടെ അടുത്തുണ്ടായിരുന്നത് ഈ കുട്ടിയുടെ അച്ഛനാണ്. CPR കൊടുക്കാൻ വരെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ഉമ്മയെ പുറത്തുനിന്ന് അകത്തേക്ക് എടുത്തുകൊണ്ടുപോയി കിടത്തിയതടക്കം ഈ കുട്ടിയുടെ അച്ഛനാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഈ കൊലപാതകത്തെക്കുറിച്ച് ഒരു വിവരം പോലും അദ്ദേഹം പുറത്ത് പറഞ്ഞില്ല? അദ്ദേഹത്തിനു കൂടി ഇതിൽ പങ്കില്ലേ എന്നുള്ള ഒരു സംശയം ന്യായമായിട്ടും അവർ പറയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ വലിയ ശിക്ഷകളൊന്നും ലഭിക്കില്ല എന്നും ജയിലിടാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ കാര്യമായിട്ട് അറിയുന്നൊരു മനുഷ്യനാണ്. ഈ കുട്ടിയുടെ തലയിൽ ഈ കുറ്റം ചാർത്തിയതാണ് എന്നാണ് ഈ ഉമ്മയുടെ മകനായ ഉസ്മാൻ ഇപ്പോൾ പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ പറയുന്നുണ്ട്, ഈ 17 വയസ്സ് എന്നുള്ളത് 22 വയസ്സാണ് എന്ന് തെളിയിക്കാൻ എനിക്ക് ചുരുങ്ങിയ സമയം മാത്രം മതി എന്നാണ് ഉസ്മാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് നിയമവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ മറ്റാൾക്കും ഇതിൽ പങ്കുണ്ട്. ഒറ്റക്കല്ല കൊലപാതകം നടത്തിയത്. 500 രൂപ കൊടുത്താൽ എന്തും ചെയ്യുന്ന ഒരു മകനാണ് ഇത് എന്ന് കൂടി പറയുന്നതാണ്. കാരണം അത് 500 രൂപ കൊടുത്തിട്ട് കേസ് ഏറ്റെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് കൊന്നത് എന്ന് വരെ അവൻ പറയും. അതാണ് അവൻ്റെ ഒരു ചരിത്രം.
ഇത്രയും ചെറിയ ഒരു വയസ്സിനിടയ്ക്ക് തന്നെ ഒരുപാട് കൊലക്കുറ്റങ്ങളും അതുപോലെ തന്നെ മോഷണ ശ്രമങ്ങളും പിടിച്ചുപറികളും അതുപോലെ തന്നെ വീട്ടിൽ പോറ്റുന്ന നായ്കളെ അടക്കം ആക്രമിക്കുക, അത്തരത്തിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്തു കൂട്ടിയത് കൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ കണ്ണിലെ കരടായിട്ട് ഈ 17-കാരൻ മാറിയത്. ഏതായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത ശേഷം ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കുടുംബം ഇനിയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുമെന്ന് തന്നെയാണ് ഉസ്മാൻ പറയുന്നത്. കാരണം അദ്ദേഹം ഒറ്റയ്ക്ക് ആ കൊല ചെയ്തു എന്ന് പറയുന്നത് അവർക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 17 വയസ്സ് എന്ന് പറയുന്നത് കെട്ടുകഥയാണ്. അത് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസം. അതുകൊണ്ട് അവർക്കറിയാം 17 വയസ്സല്ല, ഏകദേശം ഇപ്പോൾ 22 വയസ്സ് പ്രായം വരുമെന്നാണ് ഉസ്മാൻ പറയുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും പോലീസിൻ്റെ സത്യസന്ധമായ ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇതിലുള്ള കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ കാര്യമായ അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 85 വയസ്സുള്ള ഫാത്തിമയുടെ മരണത്തിന് തീർച്ചയായിട്ടും അവരുടെ ഘാതകനെ കണ്ടെത്തുക തന്നെ വേണം. ഏതായാലും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.